Lacto Indian Voice Junior. കാൻഡിമാൻ ക്രം ലാക്ടോ ഇന്ത്യൻ വോയിസ് ജൂനിയറിന്റെ ക്രിസ്മസ് രാവിലേക്ക് ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കാൻഡിമാൻ ക്രം ലാക്ടോ ഇന്ത്യൻ വോയിസ് ജൂനിയറിലെ 4 പരിചിത മുഖങ്ങളാണ് ഈ വേദിയിൽ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത്. മാത്രമല്ല നമ്മുടെ കണ്ടസ്റ്റൻസിനെയും നിങ്ങൾക്കറിയാം. സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ സാന്റാക്ലോസ് ആണ്. ഈ സാന്റയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു സ്പെഷ്യൽ സാന്റയാണ്. നമ്മുടെ ഈ രാവിന് ഹരം കൂട്ടാൻ എത്തിയിരിക്കുന്ന ഈ സാന്റ ആരാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ചേച്ചി എനി ഗസ്? നമ്മുടെ ഇവിടെയുള്ള ആരെങ്കിലും ആണോ? ഒന്നും പറയില്ല. എനി ഗസ് സർ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാനും കൊടുക്കും. ഇങ്ങനെ മുഖംമൂടി ഇട്ട ഒരാൾ തിന്നാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ? പക്ഷെ എന്തൊക്കെയായാലും ഈ ഒരു നല്ല ദിവസത്തിൽ ആരാണെങ്കിലും ഇദ്ദേഹത്തിന് എൻ്റെ വക സ്വാഗതം. സാന്റാക്ലോസ്. താങ്ക് യു. ആരായിരിക്കും സാന്റ? അറിഞ്ഞൂടാ പിള്ളേർക്ക്. ഇനിയിപ്പോ നമുക്ക് തന്നെ അങ്ങോട്ട് ചോദിക്കാനേ പറ്റൂ, ആരായിരിക്കും സാന്റ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ചേച്ചി? ഒരു പിടിയില്ല. അപ്പോൾ സാന്റ തന്നെ സ്വന്തം മുഖം മൂടി മാറ്റി പുറത്തേക്ക് വരാൻ പോവുകയാണ്. സാർ, ഇതെന്ത് സംഭവിച്ചു? എന്ത് മറിമായും? ഇതിന് ഉത്തരം ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി പറയാം. സിം സിലാല സിം 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 ബം ബം ബസൂക്കി ബം ബം ബസൂക്കി. കലേഷേട്ടാ, എന്ത് ഉഗ്രൻ മാജിക് ആയിരുന്നു. ഇതൊക്കെ ഒരു ട്രിക്ക് അല്ലേ? എല്ലാത്തിനും അതിൻ്റെതായുള്ള കുറെ ടെക്നിക്സ് ഉണ്ടല്ലേ? ഉറപ്പായിട്ടും. അത് പറയണോ? ഞെട്ടിയില്ലേ? ഞെട്ടി, നന്നായിട്ട് ഞെട്ടിയില്ലേ? എല്ലാവരും ഞെട്ടിയില്ലേ? കാൻഡിമാൻ ക്രം ലാക്ടോ ഇന്ത്യൻ വോയിസ് ജൂനിയറിന്റെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാൻഡിമാൻ ക്രം ലാക്ടോ ഇന്ത്യൻ വോയിസ് ജൂനിയറിന്റെ വേദിയിൽ വിദേശ താരങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. റഷ്യൻ സിംഗറാണ് നമ്മളോടൊപ്പം അതിഥിയായിട്ട് ചേരുന്നത്. ഇവഗേനിയ എന്നാണ് അവരുടെ പേര്. സ്വാഗതം ചെയ്യാം. ഹായ് ഹീറോ. ഇവരാരാണ്, എവിടെന്നാണ് എന്നൊക്കെയുള്ള സംശയം എല്ലാവർക്കും ഇല്ലേ? ഇവരുടെ കുടുംബത്തിൽ നിന്നും ഒരു അംഗം കൂടി ഇവിടെ എത്തിച്ചേരാനുണ്ട്. വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. 26 വർഷമായിട്ട് മലയാള സിനിമയിലെ ആക്ഷൻ സാന്നിധ്യം, കുട്ടികളുടെ സ്റ്റണ്ട് അങ്കിൾ, ആക്ഷൻ അങ്കിൾ അല്ലേ? ഞങ്ങളുടെ കാൻഡിമാൻ ക്രം ലാക്ടോ ഇന്ത്യൻ വോയിസ് ജൂനിയർ കുടുംബത്തിൽ ഈ ഒരു ആഘോഷവേളയിൽ എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചാലും, പ്രത്യേകിച്ച് ജഡ്ജസിനെ. നിങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണെന്ന് എനിക്കറിയാം. പൊക്കം കൊണ്ട് ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. നമ്മളും പിന്നെ പാട്ട് കൊണ്ട് ഞങ്ങളും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ശരത് സാറ് അണ്ണാച്ചി എന്നാണ് വിളിക്കുന്നത്. എന്നെ അണ്ണാച്ചി എന്നാണ് വിളിക്കുന്നത്. ആർക്കാണ് പ്രായമെന്ന് എനിക്കിപ്പോഴും സംശയമാണ്. അണ്ണാച്ചിക്കാരി. എങ്ങനെയാണ് ഞങ്ങളുടെ ഈ പരിപാടി കാണാറുണ്ടോ? കാൻഡിമാൻ ക്രം ലാക്ടോ ഇന്ത്യൻ വോയിസ് ജൂനിയർ കാണാൻ സമയം കിട്ടാറുണ്ടോ? തീർച്ചയായിട്ടും കാണാറുണ്ട്. സമയം കിട്ടുമ്പോഴും കാണാറുണ്ട്. ഇറ്റ്സ് എ വണ്ടർഫുൾ പ്രോഗ്രാം. Congratulations to all the organizers and the judges and the participants. മലയാളം സംസാരിക്കുന്നു? മലയാളം അറിയില്ലെന്നാണ് പറയുന്നത്, പക്ഷെ രഹസ്യങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടി അറിയില്ലെന്ന് പറയുന്നതാണെന്ന് എനിക്കറിയത്തില്ല. ഇടയ്ക്കൊക്കെ മലയാളം പറഞ്ഞ് പേടിപ്പിക്കാറുണ്ടോ? ചെറുതായിട്ട് പേടിപ്പിക്കാറുണ്ട്. റഷ്യൻ ഭാഷ ഇങ്ങോട്ട് പഠിച്ചോ? ചെറുതായിട്ട് ശ്രമിക്കുന്നുണ്ട്, ഇതുവരെ നടന്നിട്ടില്ല. ശരിക്കും എനിക്ക് തോന്നുന്നു മക്കൾക്കാണ് വലിയ ഭാഗ്യം. മലയാളവും സംസാരിക്കും, റഷ്യനും സംസാരിക്കും, ഇംഗ്ലീഷും സംസാരിക്കും. എവിടെ പോയാലും ജീവിച്ചോളും. അതെ. നമ്മളൊന്നും സമ്പാദിക്കില്ല. ഒരു വിദേശിയെ കല്യാണം കഴിച്ചു, 2 സംസ്കാരങ്ങൾ. ഇപ്പൊ 2 സംസ്കാരങ്ങൾ ഒരുമിച്ച് പോകുന്നു. എന്താണ് ഒരു പ്രത്യേകത തോന്നിയത്? അതിപ്പോൾ ഒരു വിദേശിയെ കല്യാണം കഴിച്ചെന്ന് ഞാൻ എഗ്രി ചെയ്യുന്നില്ല. കാരണം ഞാൻ കല്യാണം കഴിച്ചൊരു വിദേശിയല്ല, ഒരു വനിതയാണ്. പിന്നെ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് ഞാൻ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്.
ബേസിക്കലി എല്ലാവരുടെയും കൾച്ചർ സെയിം ആണ്. ജനങ്ങൾ മനുഷ്യരെല്ലായിടത്തും ഒരുപോലെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാ നല്ല മനുഷ്യരും എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും, അണ്ണാച്ചിയെ പോലെ. ബാബു ചേട്ടാ, നമുക്ക് ഒരുപാട് പരിപാടികളുണ്ട്, ഒരുപാട് സർപ്രൈസസ് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. കൂടെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ആസ്വദിച്ച് കാണുക, പങ്കുചേരുക. തീർച്ചയായിട്ടും മുഴുവൻ എപ്പിസോഡ് മുഴുവൻ തീർച്ചയായിട്ടും ഞാൻ ഉണ്ടാവും. പ്ലീസ്. ഏതൊരു കാര്യവും ആരംഭിക്കുമ്പോഴും ഐശ്വര്യത്തോടെ വേണം തുടങ്ങാൻ, അല്ലേ? ഉറപ്പായിട്ടും. KS ചിത്രയിൽ നിന്നും ഒരു പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ? ആണോ? അല്ല, ഒരിക്കലും അല്ല. ചിത്ര ചേച്ചി, ഒരു എക്സ്ക്യൂസും പറയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. വേദിയിലേക്ക് വരിക, പാട്ട് പാടുക. മഴവിൽ മനോരമയുടെ എല്ലാ പ്രേക്ഷകർക്കും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും എൻ്റെ മെറി ക്രിസ്മസ്, ന്യൂ ഇയർ ആശംസകൾ. ഇടയൻ നല്ല ഇടയൻ അവനൊരുവൻ നമ്മൾക്കുടയോ ഇടയൻ നല്ല ഇടയൻ അവനൊരുവൻ നമ്മൾക്കുടയോ ഇടയൻ നിത്യജീവജലം തരുമേ. ഇടയൻ നല്ല ഇടയൻ അവനൊരുവൻ നമ്മൾക്കുടയോ ഇടയൻ. ലാക്ടോ ഇന്ത്യൻ വോയിസ് ജൂനിയറിന്റെ ഈ വേദിയിൽ പാടാനായി ഒരു കൊച്ചു താരം തയ്യാറായി നിൽക്കുന്നുണ്ട്. അത് ഒരു കലാകുടുംബത്തിൽ നിന്നാണ്. ആരായിരിക്കും ബാബുട്ടാ? കുടുംബം മുഴുവൻ കലാകാരന്മാരാണ്, കലാകുടുംബം. അത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കൂട്ടുന്നത്. കാരണം കല എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. ഇത് നമ്മുടെ ആരുടെയും കഴിവല്ല. നമുക്ക് കിട്ടിയ ദാനം നമ്മൾ വളർത്തിയെടുക്കുക, പ്രോത്സാഹിപ്പിക്കുക, അതൊരു വലിയൊരു വരദാനമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആർദർ ഇങ്ങനെ പാടും എന്ന് എനിക്ക് വലിയ ധാരണയില്ല. കാരണം വൈഫ് മ്യൂസീഷ്യനാണ്. പുള്ളി പല തവണ പാടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇരിക്കാറില്ല, കുസൃതി. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, കുട്ടികൾക്ക് അറിയാമല്ലോ, കുസൃതിയാണോ നിങ്ങളൊക്കെ? എല്ലാവരും കുഴപ്പമില്ല, വീട്ടിൽ ചോദിച്ചാൽ അറിയാം അല്ലേ? അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മങ്കിപ്പൻ എന്നൊരു പടത്തിലേക്ക് അഭിനയിക്കാനായിട്ട് ഇവനെ വിളിക്കാനായിട്ട് അതിൻ്റെ ഡയറക്ടേഴ്സ് വരുന്നത്. അപ്പോൾ ആ പടത്തിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ആവശ്യം. അപ്പോൾ ഇവൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് അവർ ധരിച്ചു, പൊക്കമൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ ഇവന് 7 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം നമുക്കൊരു പാട്ട് പാടിക്കാം എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ടൊരു പാട്ട് പാടിപ്പിച്ചു. ആ പാട്ടായിരിക്കും ഇപ്പോൾ ആർദർ ഇവിടെ പാടാൻ പോകുന്നത്.
മത്സരാർത്ഥികളെ 3 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. സ്നോ വൈറ്റ്, ജിംഗിൾ ബെൽസ്, ഡിസംബർ മിസ്റ്റ്. 3 ടീമുകളും പാടാൻ റെഡിയാണോ? തകർത്ത് പാടോ? ഓരോ ടീമും വന്ന് തകർത്ത് പാടിക്കഴിഞ്ഞാൽ സമ്മാനം ഉറപ്പാണ്. അപ്പൊ വിജയികൾ ആരാണെന്നുള്ള ആകാംക്ഷ ഞങ്ങൾക്കും ഉണ്ട്, പ്രേക്ഷകർക്കും ഉണ്ട്. ആദ്യം പാടാനായിട്ട് വരുന്ന ആരാ? ആദ്യം പാടാനായി എത്തുന്നു ഡിസംബർ മിസ്റ്റ്. കടലേ അറിവിൻ പൊരുളേ ചൊരിയൂ ചൊരിയൂ അനുഗ്രഹങ്ങൾ. കനിവിൻ കടലേ അറിവിൻ പൊരുളേ ചൊരിയൂ ചൊരിയൂ അനുഗ്രഹങ്ങൾ. കർത്താവേ കനിയൂ നീ യേശുനാഥാ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. കർത്താവേ കനിയൂ നീ യേശുനാഥാ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. കാലിത്തൊഴുത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ. കാലിത്തൊഴുത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ. കാൻഡിമാൻ ലാക്ടോ ഇന്ത്യൻ വോയ്സ് ജൂനിയറിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ്. ഈ ആഘോഷരാവിന് ഹരം പകരാനായി ഒരു റഷ്യക്കാരി മലയാളത്തിൽ പാട്ടുപാടുന്നു. സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ആക്ഷൻ അങ്കിൾ, സ്റ്റണ്ട് അങ്കിൾ ബാബുവേട്ടൻ്റെ വൈഫാണ് ആ ഗാനം നിങ്ങൾക്കായി ആലപിക്കുന്നത്. Shop
സൂപ്പർ. ചിത്ര ചേച്ചി, ശരത് സർ. Merry Christmas, ma'am. Merry Christmas. We really enjoyed your singing. Thank you. It is, we could hear a different version of Pachappanantatte, but in your style. It was so beautiful. I loved it. Thank you so much. I know it is very difficult to pronounce Malayalam. Even South Indian other singers also, they find it difficult. Malayalam is a very tough language, but somehow you have managed. Thank you so much and wish you all the best. ശരത് സർ. മെരി ക്രിസ്മസ്. Merry Christmas. വെൽക്കം ടു ദ ഷോ. Thank you. അണ്ണാച്ചി കൊള്ളാം. അണ്ണാച്ചിയുടെ വാമഭാഗം കൊള്ളാം. ഈ ഒരു അവസരത്തിൽ വളരെ സന്തോഷമുണ്ട്. കാര്യം അണ്ണാച്ചി പാടണമെന്ന് കുറേ ആഗ്രഹമുള്ള ആളാണ്. കുറേ അടുത്ത ജന്മം ദാസേട്ടനായിട്ട് ജനിക്കണം എന്ന് ഡെയിലി മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ്. അപ്പോൾ അണ്ണാച്ചിക്ക് ഇങ്ങനെ ഒരു വൈഫ് കിട്ടിയതിലും നല്ല കുഞ്ഞുങ്ങൾ, ഒരുത്തൻ വികൃതി എവിടെ കണ്ട് ഓടി നടക്കുക. ആ മോനും പാട്ടുണ്ട്, അഭിനയം ഉണ്ടാവും. ഇവിടെ കുസ്തി പിടി നടക്കുകയാണ്. അപ്പോൾ അണ്ണാച്ചിക്കും ഫാമിലിക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും നമ്മുടെ ഷോയുടെ പേരിലും മെരി ക്രിസ്മസ്. അണ്ണാച്ചി കലക്കുക. താങ്ക് യു അണ്ണാച്ചി. താങ്ക് യു വെരി മച്ച്. അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയതിലും ഇങ്ങനെ ഒരു നല്ലൊരു സമയത്ത് മേരി ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അല്ല അണ്ണാച്ചി, എനിക്കൊരു ഈ ഒരു അവസരത്തിൽ ഈ ഒരു നല്ല ദിവസത്തെ അണ്ണാച്ചിയുടെ അടുത്ത് നമ്മൾ ഭയങ്കര സ്നേഹത്തിൻ്റെ ആളുകളാണ്. അപ്പോൾ അതെ, അത് വിട്ടിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കാം. അയ്യോ, അണ്ണാച്ചി ചോദിക്കുന്നത് പറയുമ്പോൾ എനിക്ക് പേടിയാണ്. ക്രിസ്മസും എന്താണ് ഈ സ്റ്റാർസും സാന്റാക്ലോസും കുട്ടികളും ഒക്കെ ആവേശം. അണ്ണാച്ചി കാണുമ്പം ഒരു യേശു ക്രിസ്തുവിൻ്റെ വികാരം. അണ്ണാച്ചി അല്ല, അണ്ണാച്ചിക്ക് ഇങ്ങനെ ഭാവിയിൽ ക്രിസ്തുദേവനായിട്ട് അഭിനയിക്കാനുള്ള ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ കുറേ ഓഫേഴ്സ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ക്രിസ്തുദേവൻ എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ ഒരു ചിഹ്നമാണ്. അണ്ണാച്ചി അവിടെ പോയി അങ്ങനെ ആക്കുവോ? എന്തൊക്കെയായാലും ഞാൻ ചുമ്മാ പറഞ്ഞാണ്. അണ്ണാച്ചിക്കും ഫാമിലിക്കും എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് ഈശ്വരനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. മലയാളം പഠിച്ചിട്ടുണ്ടാവുമല്ലോ കുറച്ചൊക്കെ? തീർച്ചയായിട്ടും. എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുത്തത്? അത് ഞങ്ങൾ ശരിക്കും പൊൻകുന്നത്ത് ഒരു 8-10 വർഷം അമ്മയുടെ കൂടെ താമസിച്ചിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് മലയാളം അറിയുള്ളൂ. അപ്പോൾ ഇവർ തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ പഠിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മക്കൾ രണ്ടുപേരും നന്നായിട്ടും മനസ്സിലാവും, അത്യാവശ്യം സംസാരിക്കുകയും ചെയ്യും. സ്കൂളിൽ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമായിരിക്കും അല്ലേ? ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കും. എന്തെങ്കിലും മലയാളത്തിൽ പറയാൻ പറ്റുമോ? എന്തെങ്കിലും? എല്ലാവർക്കും നമസ്കാരം. എന്തെങ്കിലും? എല്ലാവർക്കും ക്രിസ്മസ് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ആശംസകൾ. എല്ലാ മലയാളികൾക്കും അറിയാം, ബാബു ചേട്ടന്റെ കുടുംബം ഒരു സംഗീത കുടുംബം കൂടിയാണ്. ആ സംഗീത കുടുംബത്തിൽ നിന്നും ഇവ്ഗേനിയ ഇപ്പോൾ വേദിയിലെത്തുന്നു. അവരൊരു പാട്ടുകാരി മാത്രമല്ല, ഒരു സംഗീതജ്ഞയാണ്, കൊയർ കണ്ടക്ടറാണ്, പിയാനിസ്റ്റാണ്. അപ്പോൾ ആ വലിയ കലാകാരിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. But down inside, you know we never know why. The road is narrow and long when eyes meet eyes, and the feeling is strong. I turn away from the wall, I stumble and fall, but I give you it all. I am a woman in love, and I do anything to get you into my world and hold you within. It's a right I defend over and over again. With you eternally mine, in love there is no measure of time. We planned it all at the start, that you and I live in each other's heart. We may be oceans away, you feel my love
താങ്ക് യു. ഇറ്റ് വാസ് ആൻ ഓസം പെർഫോമൻസ്. അണ്ണാച്ചി എങ്ങനെയാണ്? എനിക്ക് കാര്യം കൂടുതൽ സംസാരിക്കണമെന്ന് ആഗ്രഹമേ ഉള്ളൂ, പക്ഷെ മലയാളത്തിൽ സംസാരിച്ചാൽ അപ്പോൾ മനസ്സിലാകത്തില്ല. അവിടെ നിന്ന് പറഞ്ഞാൽ എനിക്കും മനസ്സിലാകത്തില്ല. നമ്മുടെ മലയാളം സൂപ്പർ ജോക്കുകൾ അങ്ങോട്ട് അടിക്കാൻ പറ്റുന്നില്ല. ഒന്നും അതുകൊണ്ട് അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല, എൻ്റെ ഫീല് പോകും. അതെ. ഇല്ല അണ്ണാച്ചി, ഞാൻ എഴുതി തരാം. അണ്ണാച്ചി രാത്രി വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കും. അത് ശരി, തീർച്ചയായിട്ടും. അണ്ണാച്ചി എങ്ങനെയാണ് കുക്കിംഗ്? അത്യാവശ്യം നന്നായിട്ട് ചെയ്യും. അണ്ണാച്ചി സഹിക്കുകയാണോ അതോ ഇഷ്ടപ്പെട്ട് കഴിക്കുകയാണോ? കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്യും. എങ്ങനെയാണ് അമ്മയായിട്ട് ഭയങ്കര റിലേഷൻ ആയിരുന്നു. കാരണം ഒരു 8-10 കൊല്ലം ഞങ്ങൾ പൊൻകുന്നത്ത് താമസിച്ചു. അപ്പം പിന്നെ അമ്മയുടെ കൂടെയാണ് പുള്ളി. അപ്പം അമ്മയ്ക്ക് മലയാളം അറിയത്തുള്ളൂ, പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയത്തുള്ളൂ. ഇവർ രണ്ടുപേർക്കും ഭാഷ അറിയത്തില്ലാതെ വലിയൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടായിരുന്നു. എന്താ പറയുക, സ്നേഹത്തിനോ അല്ലെങ്കിൽ സംഗീതത്തിനോ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള എന്തിനോ ഭാഷ ആവശ്യമില്ല എന്നുള്ള ഏറ്റവും വലിയൊരു തെളിവാണ്. അണ്ണാച്ചി ഇത്രയ്ക്കൊരു മഹാനായി തീർന്നു കാണും എന്ന് ഞാൻ കരുതിയില്ല. ക്ഷമിക്കണം അണ്ണാച്ചി. അതുപോലെ അണ്ണാച്ചി വന്ന തുടക്കം മുതൽ ഇപ്പോൾ ഇതുവരെ എടുത്ത ഇപ്പോൾ ന്യൂ ജനറേഷൻ സിനിമ വരെ എടുക്കുകയാണെങ്കിൽ ബാബു ആൻ്റണി എന്നുള്ള ഒരു നിറഞ്ഞ സാന്നിധ്യം തന്നെയാണ്. അണ്ണാച്ചി ഏതോ ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു, അങ്ങനെ എൻ്റെ ഉള്ളിലെ ഒരു പക്ഷി പറഞ്ഞതായിട്ട് ഞാൻ ഇങ്ങനെ അതിനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പടത്തിന്റെ പേര് ഞാൻ പിയാനോ എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ലവ് സ്റ്റോറിയാണിത്. ഒരു ബ്രിട്ടീഷ് മ്യൂസീഷ്യനും ഒരു ഇന്ത്യൻ പോയറ്റും തമ്മിലുള്ള ഒരു ലവ് സ്റ്റോറിയാണ്. ചുരുക്കം പറഞ്ഞാൽ അണ്ണാച്ചിയുടെ കഥ തന്നെ. ഏകദേശം ഞാൻ ഈ കഥ മനസ്സിൽ കണ്ടു കഴിഞ്ഞിട്ടാണ് പുള്ളി ഞാൻ കണ്ട് പരിചയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇറങ്ങിയ ഇടുക്കിക്കോൾ അണ്ണാച്ചി പറഞ്ഞ പോലെ വലിയൊരു സാന്നിധ്യം വീണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ. അപ്പോൾ നല്ല സിനിമകൾ വീണ്ടും ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാൻഡിമാൻ ക്രം ലാക്ടോ ഇന്ത്യൻ വോയിസ് ജൂനിയറിന്റെ ഈ ക്രിസ്മസ് ആഘോഷവേളയിൽ ഡിസംബർ മിസ് പാടി തകർത്തു. ഇനി വരാൻ പോകുന്നത് ജിംഗിൾ ബെൽസ്. യഹൂദിയയിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ പാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരാ. യഹൂദിയയിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരാ. വർണ്ണരാജികൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ, താരകരാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി
ആൻഡ് ക്രം ലാക്ടോ ഇന്ത്യൻ വോയിസ് ജൂനിയറിൽ ഈ ക്രിസ്മസ് രാവിൽ ജിംഗിൾ ബെൽസ് പാടി തകർത്തു. ഇനി പാടി തകർക്കാനായി എത്തുന്നു സ്നോ വൈറ്റ്. രക്ഷകാ എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. രക്ഷകാ എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടവഴിയിൽ നീ അഭയമരുളൂ. രക്ഷകാ എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ക്രൂശിൽ പിടഞ്ഞ വേളയിൽ നാഥൻ ചൊരിഞ്ഞ ചോരയിൽ. ക്രൂശിൽ പിടഞ്ഞ വേളയിൽ നാഥൻ ചൊരിഞ്ഞ ചോരയിൽ ബലിദാനമായിതാ തിരുജീവനേകിനി. ബലിദാനമായിതാ തിരുജീവനേകിനി. കേഴുന്നു ഏകാകി ഞാൻ നാഥാ നീ കനിയില്ലയോ. കണ്ണീരും തൂകുന്നിതാ. രക്ഷകാ എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. നേരും മനസ്സിനേകിനി സ്നേഹം നിറഞ്ഞ വാക്കുകൾ. നേരും മനസ്സിനേകിനി സ്നേഹം നിറഞ്ഞ വാക്കുകൾ. ശരണാർത്ഥിയായിതാ തിരുമുമ്പിൽ നിന്നു ഞാൻ. ശരണാർത്ഥിയായിതാ തിരുമുമ്പിൽ നിന്നു ഞാൻ. പാടുന്നു ഏകനായി ഞാൻ മാറുന്നു കേൾക്കില്ലയോ. കാരുണ്യം ചൊരിയില്ലയോ. രക്ഷകാ എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. രക്ഷകാ എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയവഴിയിൽ നീ അഭയമരുളൂ. രക്ഷകാ എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ള സമയം എത്തിയിരിക്കുകയാണ്. അയ്യോ, ആരായിരിക്കും വിജയി എന്നുള്ള ടെൻഷൻ. ഡിസംബർ മിസ്റ്റ് ഉണ്ടായിരുന്നു, സ്നോ വൈറ്റ് ഉണ്ടായിരുന്നു, ജിംഗിൾ ബെൽസ് ഉണ്ടായിരുന്നു. എല്ലാരും പാടി തകർത്തു എന്നാണ് മാജിക് അങ്കിളിന്റെ ഒരു വിശ്വാസം. ആരായിരിക്കും അപ്പൊ വിജയി? പക്ഷെ ആ വിശ്വാസം നമ്മൾക്ക് മാത്രം പോരല്ലോ, ജഡ്ജസിന് വേണ്ടേ? ശരത് സർ, ചിത്ര ചേച്ചി, ഇതൊരു ആഘോഷവേളയാണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ സന്തോഷം മാത്രം വരുന്ന ഒരു സുദിനമാണിന്ന്. അപ്പോൾ ഒരു വിജയി വേണ്ടേ സാർ? തീർച്ചയായിട്ടും ഒരു വിജയമേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ എൻ്റെ ഒരു കമൻറ്റ് കുറച്ച് ചുരുക്കി പറഞ്ഞേക്കാം. അപ്പോൾ ആദ്യം പാടിയ ഡിസംബർ മിസ്റ്റ്, അവർക്കൊരു പരസ്പര ധാരണ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന് ജിംഗിൾ ബെൽസ്, യഹൂദിയ പാടിയ കുട്ടികൾക്ക് കുറേയും കൂടെ അവർ ആ കാര്യത്തിൽ ഒരു യൂണിറ്റ് ഫീൽ ചെയ്തു. ഞങ്ങൾക്ക് ഒരു രസം ഉണ്ടായിരുന്നു മൊത്തത്തിൽ. അത് കഴിഞ്ഞാണ് സ്നോ വൈറ്റ് വരുന്നത്.
രക്ഷക എന്ന പാട്ട്. അവർ നന്നായിട്ട് പാടി. അപ്പം അവർ വളരെ ചില്ലറ കുഴപ്പങ്ങൾ അതിലുണ്ട്, എങ്കിലും അവരൊരു ഡീസൻ്റായിട്ട് അത് പ്രസൻറ്റ് ചെയ്തു. ചേച്ചി മൂന്നുപേരും നന്നായി തന്നെ പാടി. എങ്കിലും മൂന്നുപേരുടെയും എടുത്ത് പറയാൻ ഡിസംബർ മിസ്റ്റ് പാടിയതിനകത്ത് ശരത്ത് പറഞ്ഞ പോലെ തന്നെ എനിക്ക് ചില കുട്ടികൾ പാടുമ്പോൾ വളരെ വീക്കായിപ്പോയി, എസ്പെഷ്യലി അജൽ കേട്ടോ. അതൊക്കെ കുറച്ചൊരു ശബ്ദം ഓപ്പണായിട്ട് പാടിയില്ല എന്ന് തോന്നി. ജിംഗിൾ ബെൽസ് മുഹമ്മദ് ജാസിമിൻ്റെ അതിലുള്ള എനിക്ക് അവരുടെ പെർഫോമൻസ് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് അവരെന്താണ് ആരെന്ത് പാടണം എന്നുള്ള വളരെ അവർക്ക് തന്നെ അറിയാം. അങ്ങനെ ഒരു എന്തൊരു ഡിസിപ്ലിൻ എനിക്ക് ഫീൽ ചെയ്തു അവരുടെ ഒരു ഗ്രൂപ്പിൽ. പിന്നെ സ്നോ വൈറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ പിന്നെ ഇതുപോലെ കുറച്ച് അവിടെ നേരെ 1-2 പേരൊക്കെ നേരെ പാടിയിട്ടില്ല. ഒരു 2 പേര് മാത്രം പ്രോമിനൻ്റ് ആയിട്ട് പാടി, മറ്റുള്ളവർക്കൊക്കെ ഓരോരോ ലൈനും. അത് കുറച്ചും കൂടെ ഒന്ന് നിങ്ങൾക്കുള്ളിൽ ഒന്ന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പക്ഷെ 3 പേരും നന്നായി പാടി. സ്നോ വൈറ്റ്, ഡിസംബർ മിസ്റ്റ്, ജിംഗിൾ ബെൽസ്, ഈ 3 ടീമിന്റെ ക്യാപ്റ്റൻസ് ഒന്ന് വേദിയിലോട്ട് വരുമോ? റിസൾട്ടിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. നിങ്ങളെപ്പോഴും അവിടെ നിന്ന് ഈ ഓർഡർ ചെയ്യുന്ന പരിപാടി നിർത്തുക. അപ്പോൾ നമ്മൾ വേറെ രീതിയിലാക്കിയത്. വരൂ. അല്ല, ഈ റിസൾട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു കൂട്ടായ്മ വേണമല്ലോ. ഒരു ഉത്സവമായിരുന്നല്ലോ ഇവിടെ, ഒരു ആഘോഷത്തിലൊരു സങ്കടം വരുന്നത്. അതല്ല കലേഷ് ചേട്ടാ, ശരിക്കും പറഞ്ഞ ഒരു ടീമായിട്ട് പ്രൈസ് ഒരാളിനല്ലേ ഉള്ളൂ, ഇപ്പോൾ ഒരാളിനല്ലേ കൊടുക്കാൻ പറ്റും. അല്ല, ഈ കുട്ടികളാണ്, അപ്പോൾ ഒരാൾക്ക് കിട്ടിയാലും എല്ലാവരും കൂടെ സന്തോഷിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല മക്കളെ. ഇതൊരു സീരിയസ് സംഭവമല്ല, നമ്മളൊരു അപ്രീസിയേഷന് വേണ്ടിയാണ്, ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ആണ് ഇത് കേട്ടോ. റിസൾട്ട് പറയട്ടെ. റിസൾട്ട് എന്തായാലും ഞങ്ങൾ നിങ്ങളുടെ ടീം ക്യാപ്റ്റന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരായിരിക്കും ഫസ്റ്റ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടെന്ന് അറിയാം. 1, 2, 3 എന്ന് പറയുമ്പോഴത്തേക്കും ആരാണോ വിന്നർ ആ ആള് ഫസ്റ്റ് കൈപൊക്കും. റെഡി? 1, 2, 3. Merry Christmas and Happy New Year! നാല് സുന്ദരിമാർ വേദിയിലേക്ക് എത്തുന്നു. ജിംഗിൾ ബെൽസ് ജിംഗിൾ ബെൽസ് ജിംഗിൾ ഓൾ ദ വേ.
ലാക്ടോ ഇന്ത്യൻ വോയിസ് ജൂനിയറിന്റെ ഈ ആഘോഷം ശരിക്കും കളർഫുൾ ആയിരിക്കുകയാണ്. പൊടിച്ചിരിക്കുകയാണ്. അടിപൊളി. ഈ ആഘോഷം ശരിക്കും ആഘോഷമാക്കി മാറ്റിയത് ഈ കുടുംബമാണ്. തീർച്ചയായിട്ടും ബാബുവേട്ടനും കുടുംബത്തിന്റെയും ഞങ്ങളുടെ പ്രേക്ഷകരുടെയും വക നന്ദിയും സന്തോഷം അറിയിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ എല്ലാവരും ക്രിസ്മസ് അടിച്ചു പൊളിക്കുകയാണ് അല്ലേ? എല്ലാവർക്കും എൻ്റെ മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ചിത്ര ചേച്ചിക്കും നമ്മുടെ അണ്ണാച്ചിയെ കാണാനില്ല, അണ്ണാച്ചിക്കും എല്ലാവർക്കും എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ കുടുംബത്തിൻ്റെ മേരി ക്രിസ്മസ്. Merry Christmas, everybody. Thank you. Thank you and same to you. Jingle bell, jingle bell, jingle bell rock. A jingle bell swing and jingle bells ring. Snowing and blowing a bushels of fun. Now the jingle hop has begun. Jingle bell, jingle bell, jingle bell rock. A jingle bells chiming, jingle bell time. Dancing and prancing in Jingle Bell Square. In the frosty air, with a bright sign, it's the right time to rock the night away. Jingle bell time is a swell time to go gliding in a one-horse sleigh. Giddy up, jingle horse, pick up your feet, a jingle around the clock. Mix and a mingle in the jingling beat. That's the Jingle Bell. Jingle bell rock, jingle bell chiming, jingle bell time. Snowing and blowing a bushels of fun. Now the jingle hop has begun. Candyman Kram Lacto Indian Voice Junioril ഒന്നാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് HBC Paints for Your Home നൽകുന്ന 25 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ്.